ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ നയനയോട് എല്ലാം സെലക്ട് ചെയ്യാൻ പറയുവാണ് മുത്തശ്ശി. അത് കേട്ടതും അതെന്തിനാ അമ്മേ, എല്ലാപ്പോഴും ഞാനല്ലേ സെലക്ഷൻ ചെയ്യുന്നത്? നിന്നെ പോലെ അല്ലല്ലോ ദേവയാനി. നയനമോള് സെലക്ഷൻ ചെയ്താ അതിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാ. അതുകൊണ്ടാണ് ഞാൻ മോളോട് സെലക്ഷൻ ചെയ്യാൻ പറഞ്ഞത്. എന്തായാലും മോളുടെ സെലക്ഷൻ കലക്കും. അത് കേട്ടതും ദേ ഇത്രയും നാളും ഏട്ടത്തിയല്ലേ അമ്മ സെലക്ഷൻ ചെയ്തുകൊണ്ടിരുന്നേ, അപ്പം പിന്നെ അവളോട് പറയേണ്ട ആവശ്യം എന്താ? ദേ നിങ്ങൾ സെലക്ഷൻ ചെയ്യുന്നതിനേക്കാളും ഭംഗിയായിട്ട് നയനമോള് ചെയ്യും. അനാമിക മോൾക്ക് വേണ്ട ഡ്രസ്സുകളും എല്ലാം നിങ്ങൾ എടുക്കണം. നയനമോളെ സെലക്ട് ചെയ് എന്നും പറയുക. അത് കേട്ടതും സന്തോഷത്തോടെ നയനയെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടുണ്ട്, ഇത് അനാമികയ്ക്ക് നന്നായിട്ട് ചേരും അല്ലേ അമ്മേ, അല്ലേ നവ്യേച്ചി എന്നും ചോദിക്കുകയാണ്. അതെ, ഇത് അനാമികയ്ക്ക് നന്നായിട്ട് ചേരും എന്നൊക്കെ പറയുക. ഈ സമയം കട്ടക്കലിപ്പിൽ നിൽക്കുകയാണ് നമ്മുടെ ദേവയാനിയും ജലജയൊക്കെ. എന്നാലും ഇത് ശരിയായില്ല. ഇവള് വരുന്നതിന് മുമ്പ് ഞാനല്ലേ അമ്മ എല്ലാം ചെയ്തുകൊണ്ടിരുന്നേ, ഇപ്പം എന്താ എല്ലാ ക്രെഡിറ്റും അവൾക്ക്? ദേവയാനി, നീ പറയുന്ന പോലെയൊന്നും അല്ല നയനമോള് മിടുക്കിയ. നയനമോള് കാരണം ഇന്ന് ലോകം മുഴുവനും നമ്മുടെ ജ്വല്ലറി അറിയപ്പെടുന്നത്. അതെന്തുകൊണ്ടാ? സൂപ്പർ ഡിസൈനർ ആയതുകൊണ്ട്. അതുകൊണ്ട് മോൾക്ക് നല്ല ഡ്രസ്സ് സെലക്ട് ചെയ്യാനുള്ള കഴിവും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോള് സെലക്ട് ചെയ്താൽ അതൊട്ടും പുറകോട്ട് പോവില്ല എന്നൊക്കെ. ഈ സമയം അനന്തപുരിയിലാണ് കാണിക്കുന്നത്. ഈശ്വര, ഇവനെ ഇത് കാണുന്നില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിക്കുകയാണ്. അപ്പോൾ ഇവിടെ മുത്തശ്ശി, അതെ എല്ലാവരും കൂടെ എടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ ആണുങ്ങൾക്കും ഡ്രസ്സ് എടുക്കണം, നമുക്ക് വേണ്ടി പാചകം ചെയ്ത് കഷ്ടപ്പെടുവല്ലേ. അപ്പം നയന ഫോൺ എന്തായാലും ഓഫാക്കി വെച്ചതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എന്നെ ചൊടിപ്പിച്ച ഇങ്ങനെ ഇരിക്കും. എന്തായാലും ഫോൺ ഓണാക്കുമ്പോൾ അറിയാം എത്രത്തോളം മിസ് കോൾ വന്നിട്ടുണ്ടെന്ന് എന്നും പറഞ്ഞിരിക്കുകയാണ് നയന. ഈ സമയം ആദർശ്, ഷെടാ അവളെ വെറുപ്പിക്കണ്ടായിരുന്നു, ഇത് വല്ലാത്ത കഷ്ടമായി പോയല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനി വരിക. ഏട്ടൻ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ദേ ഒന്നും ചെയ്യാതിരുന്ന അറിയാലോ നമ്മുടെ അവസ്ഥ. ആകെ മൊത്തത്തിൽ നമുക്ക് 8ന്റെ പണി കിട്ടിയതുപോലെ ആവും. ഏട്ടൻ വന്നേ എന്ന് പറയാ. ഞാൻ നിന്നോട് മാത്രം ഒരു സത്യം പറയാം. എന്താ ഏട്ടാ അത്? ഇത്രയും നേരം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പാചകം മുഴുവനും നിന്റെ ഏട്ടത്തിയുടെ നിർദ്ദേശം അനുസരിച്ചാ. ഈശ്വര, ഇത് ചീറ്റിംഗ് അല്ലേ ഏട്ടാ? എന്ത് ചീറ്റിങ്? പാചകം അറിയാമെന്ന് പറഞ്ഞ് വലിയ വെല്ലുവിളിയും നടത്തി അവിടെ പോയെന്ന് ചെയ്യുമ്പോഴേ അതിൻ്റെ ABCD പോലും നമുക്കറിയില്ലെന്ന് നീ വിചാരിക്കണം. എന്നാലും ഏട്ടൻ ചെയ്തത് ശരിയായില്ല. അങ്ങനെ ചെയ്തപ്പോൾ നമ്മളെല്ലാവരും ഒരു കള്ളന്മാരായിപ്പോയില്ലേ ഏട്ടാ? അങ്ങനെയൊന്നുമില്ല. നിന്റെ ഏട്ടത്തിയുടെ പാചകം നല്ലതല്ലേ, അതുകൊണ്ടാണ് ഏട്ടത്തിയോട് എന്നെ അഭിപ്രായം ചോദിച്ചത്. എന്നിട്ട് എന്താ? ഏട്ടത്തിയെ വിളിക്ക്, എന്നിട്ട് പറഞ്ഞുതരാൻ പറ. അത് കേട്ടതും അതല്ലേടാ വലിയ പ്രശ്നമായി പോയത്. എന്തായിട്ട് എന്ത് പറ്റി? നിന്റെ ഏട്ടത്തിയോട് ഞാനൊന്ന് പിണങ്ങി. അവളുടെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പാടത്ത് കോലം ഇട്ട് നിൽക്കുന്ന പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടതും അവൾ എന്നോട് പിണങ്ങിപ്പോയതാടാ. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു, എടുക്കുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ അടപ്പത്ത് വെച്ചിരിക്കുന്ന അവിയലിന് എന്തൊക്കെ ചേർക്കണമെന്ന് നയന വിചാരിച്ചാലേ വല്ലതും ചെയ്യാൻ പറ്റൂ, ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിയൽ അവിടെ ഇരിക്കും. എൻ്റെ ദൈവമേ, ഏട്ടൻ ചെയ്തത് ഒട്ടും ശരിയായില്ല. എല്ലാവരും അവരവർക്ക് അറിയുന്ന പോലെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ എന്തിനാ ഏട്ടത്തിയുടെ സഹായം തേടിയത്? അതല്ലാതെ വേറൊരു വഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്നിട്ട് ഏട്ടത്തിയെ ചൊടിപ്പിക്കുകയും ചെയ്തു. വല്ല ആവശ്യമുണ്ടായി ഏട്ടത്തിയെ ദേഷ്യം പിടിപ്പിക്കാൻ? അതുകൊണ്ടല്ല അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറയാണ്. ഇത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് ആദർശ് നിൽക്കുക. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? മുത്തശ്ശനോട് അടപ്പത്തിരിക്കുന്ന ഇളക്കാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നതല്ലേ. അറിയില്ലടാ എന്ത് ചെയ്യണമെന്ന്. ശരി വാ എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും അടുക്കളയിലേക്ക് പോവുക. ഈ സമയം അടുക്കളയിലാണെങ്കിൽ മുത്തശ്ശൻ നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കടാ. ഇത് കുറേ നേരമായി ഞാൻ നിന്ന് ഇളക്കാൻ തുടങ്ങിയിട്ട്. ഇതിന് എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്? എൻ്റെ മുത്തശ്ശൻ മതി, അങ്ങോട്ട് ഓഫ് ചെയ്യും. അത് കേട്ടതും അതായിട്ടില്ല മോനെ, ഇതിൽ മസാലകളൊന്നും ചേർത്തില്ലല്ലോ. അതൊക്കെ നമുക്ക് ചേർക്കാന്നേ. നീ ഒന്ന് പെട്ടെന്ന് ചെയ്യടാ. ദേ അവരിപ്പോൾ ഇങ്ങോട്ട് എത്തും. അങ്ങനെ അവരെത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഭക്ഷണം കൊടുക്കേണ്ടി വരും അവർക്ക്. അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യണം. ആകെ കുഴഞ്ഞിരിക്കുകയാണല്ലോ മുത്തശ്ശ. എന്തു പറ്റി? അപ്പോൾ ജയൻ, എന്താടാ ഇത്രയും നേരം നീ നന്നായിട്ട് കറി വെച്ചതാണല്ലോ, ഇപ്പം നിന്റെ മനസ്സൊക്കെ മാറിപ്പോയോ? ഇത്രയും നേരം നീ കറി വെച്ചപ്പോൾ നല്ല ആവേശമായിരുന്നല്ലോ മുഖത്ത്. നീ നന്നായിട്ട് എല്ലാ കറിയും വെക്കുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിനക്ക് എല്ലാം നന്നായിട്ട് അറിയാമെന്ന്. ഇപ്പം എന്താടാ ഒന്നും ചെയ്യാത്തത്? അത് പിന്നെ അച്ഛാ ചെറിയൊരു പ്രശ്നം. എന്താ? അതെ ഞാൻ പറയാം. ഏട്ടൻ ഇത്രയും നേരം ഏട്ടത്തിയുടെ സഹായം തേടിയിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ആദ്യം ഉണ്ടാക്കിയ കറി നന്നായത്. രണ്ടാമത് കറി ഉണ്ടാക്കുന്ന സമയത്ത് ഏട്ടനും പിണങ്ങി. അങ്ങനെ പിണങ്ങിയപ്പോൾ ഏട്ടത്തി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ കറി വെക്കുന്ന കാര്യം നടക്കില്ല. ഷെടാ, എന്നാലും ആദർശേ, നീ എന്ന് മുതലാ കള്ളം പറയാൻ തുടങ്ങിയത്? ഇതുപോലുള്ള കള്ളത്തരങ്ങളൊക്കെ നീ കാണിക്കാറില്ലായിരുന്നല്ലോ, ഇപ്പം ഇതെന്ത് പറ്റി? അത് പിന്നെ അച്ഛാ നമ്മുടെ സാഹചര്യം അങ്ങനെ ആയിപ്പോയില്ലേ.
എല്ലാവർക്കും ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അവരുടെ മുൻപിൽ നാണം കെട്ടു പോവില്ലേ? അതുകൊണ്ടാണ് അച്ഛാ ഞാൻ അങ്ങനെ ചെയ്തത്, മുത്തശ്ശ അങ്ങനെ ചെയ്തത്. എന്തായാലും ശരി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നയനമോളെ ദേഷ്യം പിടിപ്പിച്ചതിൽ ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ നിൻ്റെ നഷ്ടം? എന്തായാലും ഞാനൊരു കാര്യം പറയാം, ഇന്നത്തെ ദിവസം ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മൾ ആണുങ്ങൾ പെണ്ണുങ്ങളുടെ മുമ്പിൽ നാണം കെടും, അത് ഉറപ്പാ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ വഴക്ക് പറയാം. ഇത് കേട്ടത് അബി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്ത് ചെയ്യാൻ, നമുക്കൊരു കാര്യം ചെയ്യാം, സാലഡ് ഉണ്ടാക്കാം, പിന്നെ കുറച്ച് ചമ്മന്തി. അത് കേട്ടത് അവസാനം പഴങ്കഞ്ഞിയും ചമ്മന്തി ആകുമെന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെയായി എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ഷോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്നാലും ആദർശേ, നീ ഇത്രയും വലിയൊരു ചീറ്റ് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. നിന്നെക്കുറിച്ച് ഞാൻ കരുതിയത് ഇങ്ങനെയൊന്നുമല്ല. സോറി മുത്തശ്ശ, വേറെ വഴിയൊന്നും ഉണ്ടായില്ല, അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാവരും കൂടെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, എന്തായാലും ചെയ്യാം. ശരി, ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ആദർശ് മസാലയൊക്കെ ഇട്ട് ഇങ്ങനെ ഇളക്കുക. യൂട്യൂബ് നോക്കി അങ്ങനെ മസാലയൊക്കെ ഇട്ട് ഇളക്കിയതിന് ശേഷം അവൾ പറഞ്ഞു തന്നില്ലെങ്കിൽ എന്താ, അതിനേക്കാളും നല്ല അടിപൊളി കറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അച്ഛാ, ഒന്ന് ടേസ്റ്റ് നോക്കിയേ. അപ്പോൾ ജയൻ കൈ നീട്ടുക. അപ്പോൾ ടേസ്റ്റ് നോക്കിയതും ജയൻ പോയി ഛർദ്ദിച്ചു. ഈശ്വര, ഒരു ഒറ്റ അടിയെ മുഖത്തിട്ട് തന്നാലും ഉണ്ടല്ലോ എന്നും ആദർശിനോട്. അപ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ ഞാൻ നോക്കട്ടെ. അപ്പോൾ ആദർശ് മുത്തശ്ശൻ്റെ കയ്യിലും കൊടുത്തു. വല്ല പണി ഉണ്ടാക്കല്ലേ, ഇങ്ങനെ നീ ഉണ്ടാക്കിയേ ഇവിടെ ഉള്ളവർക്ക് ഭക്ഷണം കൊടുത്താൽ എല്ലാവരും ഇവിടുത്തെ ബാത്റൂമിലായിരിക്കും, പിന്നെ ആർക്കും 2-3 ദിവസത്തേക്ക് പുറത്തേക്ക് വരേണ്ടി വരില്ല. അച്ഛൻ പേടിക്കണ്ട അച്ഛാ, ഇതിനേക്കാളും നല്ല കുക്കൊക്കെ യൂട്യൂബിലുണ്ട്, നമുക്കത് നോക്കി ചെയ്യാം. മിണ്ടരുത്, നീ മിണ്ടിപ്പോരുത്, നീ ഒറ്റൊരുത്തൻ കാരണമാണ് ഇത്രയൊക്കെ സംഭവിച്ചത്. ഇനി ഇതിനൊരു പരിഹാരം പറയാണ്ട് നിന്നെ അവിടെ നിന്ന് വിടില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ഇങ്ങനെ ദേഷ്യപ്പെടുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന ജ്വല്ലറിയില്ല. എന്തായാലും എനിക്ക് ഒരു ആശ്വാസമുണ്ട്. നയനമോളെല്ലാം സെലക്ഷൻ ചെയ്തുകൊണ്ട് നന്നായിട്ട് തന്നെ എല്ലാ ഡ്രസ്സും അതായിട്ടുണ്ടാവും. അത് കേട്ടതും അതെന്ത് വർത്തമാനം അമ്മേ, എല്ലാവർക്കും അവരവരുടേതായ ഇഷ്ടമില്ലേ? ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഡ്രസ്സ് എടുക്കാനാണ് വന്നത്, അല്ലാതെ അവളുടെ ഇഷ്ടം നോക്കി എടുക്കാനല്ല. നയനമോള് ഡ്രസ്സ് എടുത്താൽ അതിന് എല്ലാവരും നന്നായിട്ടേ പറയൂ, അല്ലാതെ ആരും അതിനെ കുറച്ചിലൊന്നും പറയില്ല. എന്തായാലും നയനമോള് ഡ്രസ്സ് എടുക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും, അതിനെ ആരും കുറ്റവും കുറവായിട്ട് കാണണ്ട. എന്നാലും അമ്മ പറയുന്നത് ശരിയല്ലല്ലോ. ഏട്ടത്തിക്ക് ഏട്ടത്തിയുടെ ഇഷ്ടം, എനിക്ക് എൻ്റെ ഇഷ്ടം, അങ്ങനെ എല്ലാവർക്കും അവരവരുടേതായ ഇഷ്ടമുണ്ട്, അല്ലാതെ എല്ലാത്തിനും ഇവൾ സെലക്ട് ചെയ്ത് ഇടണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലമ്മേ എന്നൊക്കെ പറയാം. കുടുംബം കലക്കാൻ നീ ഒറ്റൊരുത്തി മതി, നീ ഉണ്ടെങ്കിൽ പിന്നെ കുടുംബം നന്നായിട്ടങ്ങ് കലങ്ങി വെളുത്തോളും. അത് കേട്ടതും ഈ കാര്യത്തിൽ ഞാനും ജലജയോടൊപ്പം അമ്മ പറഞ്ഞതൊന്നും ശരിയല്ല. അനന്തപുരിയിൽ ഞാൻ മരുമകളായിട്ട് വന്നതിന് ശേഷം ഞാൻ എടുക്കുന്ന ഡ്രസ്സാണ് എല്ലാവരും ഇടുന്നത്. എൻ്റെ സെലക്ഷൻ ഇതുപോലെ ഇതിനേക്കാളും നല്ല മെച്ചമായിട്ടുണ്ട്. വരുന്ന എല്ലാ പുതിയ പുതിയ മോഡലുകളിലും ഞാൻ ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടുമുണ്ട്. അതിനൊന്നും ആരും ഇതുവരെ കുറ്റം പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പം മാത്രം എന്താ നയന സെലക്ട് ചെയ്യണമെന്ന് അമ്മയ്ക്ക് ഇത്ര നിർബന്ധം? ദേവയാനി, ഞാൻ പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ നീ സെലക്ട് ചെയ്യും, പക്ഷേ എനിക്കും അനാമികയ്ക്കും പിന്നെ ഇവിടെ ജാനകിക്കും ഒക്കെ നയനമോളുടെ സെലക്ഷന് ഇഷ്ടം. അങ്ങനെ മതി. എന്നാൽ ഞങ്ങൾക്ക് അങ്ങനെ വേണ്ട എന്നൊക്കെ പറയാം. ശരി, വഴക്ക് വേണ്ട, വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാലോ. വീട്ടിലെ ആണുങ്ങൾ കഷ്ടപ്പെട്ട് പാചകം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ വന്നിടത്തുനിന്ന് ഇങ്ങനെ വഴക്കിട്ട അത് അവർക്ക് വലിയ സങ്കടമാവും. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുക. വീട്ടിൽ നല്ല സന്തോഷം ഉണ്ടാവണമെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ വേണം തിരിച്ചു പോകാൻ. അതുപോലെ നയനമോള് കാരണം നമ്മുടെ ജ്വല്ലറിക്ക് ഒരുപാട് പേരുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ പേരുകളൊക്കെ കിട്ടിയത് നയനമോള് കാരണമാണെന്ന് നീ മറക്കരുത് ദേവയാനി എന്നൊക്കെ അമ്മ തന്നെയല്ലേ പറഞ്ഞത്. വീട്ടിലെ കാര്യം ഇവിടെ പുറത്ത് വേണ്ടാന്ന്, പിന്നെ എന്തിനാ അമ്മ അതെടുത്ത് പറയുന്നേ? അമ്മ അത് പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ജലജ. ഞാൻ പറയണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. നീ ഒരു കാര്യം ചെയ്യ് ജലജ, ഇത് ജ്വല്ലറിയാ, തിരക്കുകളൊക്കെ പരമാവധി ഇല്ലാണ്ട് നമ്മൾ ഇവിടെ വന്ന് ജ്വല്ലർ സെലക്ട് ചെയ്യണമെന്നാണ് മുത്തശ്ശൻ പറഞ്ഞത്. അതനുസരിച്ചാണ് ഞാനിങ്ങ് പോകുന്നത്. ഇവിടെ വന്ന് വഴക്കടിക്കാനാണ് നിൻ്റെ തീരുമാനമെങ്കിൽ ഞാൻ മുത്തശ്ശനെ വിളിച്ച് പറയും. ഞാനൊന്നും പറയുന്നില്ല, അല്ലെങ്കിൽ തന്നെ ഞാനെന്ത് പറഞ്ഞാലും നിങ്ങൾക്കത് തെറ്റല്ലേ എന്നൊക്കെ പറയാം. അപ്പോഴേക്കും മാനേജർ വരിക. നമസ്കാരം അമ്മേ. നമസ്കാരം. ഞങ്ങൾ വരുന്ന കാര്യം മൂർത്തി സാറ് വിളിച്ച് പറഞ്ഞായിരുന്നോ? പറഞ്ഞായിരുന്നു. അതുകൊണ്ട് പരമാവധി തിരക്കൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതെന്തിനാ തിരക്കൊക്കെ ഒഴിവാക്കിയത്? ഞങ്ങൾ വന്നു എന്ന് കരുതി തിരക്കൊന്നും ഒഴിവാക്കണ്ട, തിരക്കൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, കേട്ടല്ലോ? ശരി അമ്മേ. എന്നാൽ പിന്നെ വാ, ഞങ്ങൾ സെലക്ട് ചെയ്യാം എന്നും പറഞ്ഞ് അവിടെ പോയിരുന്ന് അവർ മാലയൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നവ്യ, എന്തോരം പുതിയ പുതിയ കളക്ഷനാ, പഴയതൊക്കെ ഒന്ന് മാറ്റി വാങ്ങായിരുന്നു എന്നും പറയണം. അത് കേട്ടതും ജലജ, പഴയത് മാറ്റി വാങ്ങാൻ നിനക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അത് കേട്ടതും എൻ്റെ അച്ഛൻ്റെ കഴിവിനനുസരിച്ച് ഞങ്ങൾക്ക് ഇഷ്ടം സ്വർണം തന്നിട്ടുണ്ട്, അത് മതി എന്നും നവ്യ. അത് കേട്ടത് മുത്തശ്ശി, വേണ്ട, ഇനിയൊരു വഴക്ക് വേണ്ട മോളെ, പഴയതൊന്നും മാറ്റി വാങ്ങാൻ നിൽക്കണ്ട, മോക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ എടുത്തോ. അപ്പം നവ്യയ്ക്ക് ഭയങ്കര സന്തോഷമായി. ചേച്ചി അനാവശ്യമായിട്ട് പൈസ കളയണ്ട, എന്നാൽ മുത്തശ്ശി നിർബന്ധിച്ച് വാങ്ങിപ്പിച്ച വാങ്ങാമല്ലോ
വേണ്ട ചേച്ചി, നമ്മൾ അങ്ങനെ വാങ്ങിച്ച മുത്തശ്ശിക്ക് സന്തോഷമാവും, മുത്തശ്ശന് സന്തോഷമാവും. പക്ഷെ നമ്മുടെ ചുറ്റുമുള്ളവർ അതിനെ കുറ്റപ്പെടുത്തുകയുള്ളൂ. അതുകൊണ്ട് വേണ്ട, നമുക്ക് അർഹതപ്പെട്ടത് നമ്മുടെ ഭർത്താക്കന്മാർ മേടിച്ചു തരട്ടെ, അന്നേരം നമുക്ക് മതി എന്നൊക്കെ പറയുകയാണ്. അത് കേട്ടതും എന്നാൽ ശരി. അപ്പം മാനേജർ ഒരു കാര്യം പറയാൻ മറന്നുപോയിട്ടോ, നയന മേഡത്തിനെ അഭിനന്ദിക്കാൻ. നയന മേഡം അഭിനന്ദനങ്ങൾ. കാരണം ഇപ്പോൾ ടി വിയിലും ന്യൂസിലും പത്രത്തിലും ഒക്കെ നയന മേഡത്തിൻ്റെ വാർത്തയാണ് ഉള്ളത്. അതൊന്ന് കേട്ടതിന് ശേഷം മാഡത്തിനെ അഭിനന്ദിക്കണമെന്നും നേരിട്ട് കാണണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചതാണ്. എന്തായാലും അത് നടന്നു. ഓ, അപ്പോൾ നയനമോളെക്കുറിച്ച് നിങ്ങളും അറിഞ്ഞോ എന്ന് മുത്തശ്ശി. അത് കേട്ടത് പിന്നെ ഇപ്പോൾ നയന മേഡം അല്ലേ ഫേമസ്, അപ്പം പിന്നെ അറിയാതിരിക്കുമോ? ഓ, എന്നാൽ പിന്നെ നയനാസ് കളക്ഷന് ഒരു ബോർഡ് അങ്ങ് വെക്കായിരുന്നു. അപ്പം ജലജ, ഓ ഇതുവരെ ആരും ദേവയാനി കളക്ഷൻ എന്ന് ബോർഡ് വെക്കാമെന്ന് പറഞ്ഞില്ലല്ലോ. അത് കേട്ടതും ദേവയാനി ജലജയെ തുറച്ചു നോക്കുക. കാരണം ജലജ മനഃപൂർവ്വം ദേവയാനി എരിപിരി കയറ്റുവാണ്. ഈ സമയം മുത്തശ്ശി എന്തായാലും നന്നായി, അങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയാം. എന്തായാലും അതെ, ആ മാലയും എടുത്തേ. അപ്പോൾ അയാളെ മാല എടുത്ത് കൊടുക്കുക. മാല എടുത്ത് കണ്ടതും ഇത് നല്ല രസമുണ്ടല്ലോ കാണാൻ, എന്തൊരു ഭംഗിയാ എന്നും ദേവയാനി. അപ്പോൾ മാനേജർ അത് നയനാമ്മയുടെ സെലക്ഷൻ ചെയ്തതാ. അയ്യേ ആകെ മൊത്തത്തിൽ നാണക്കേടായല്ലോ. അവളെ സെലക്ഷൻ അവളുടെ ഡിസൈനാണെന്നറിയാതെ ഞാനിതങ്ങ് എടുത്തു പോയല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ദേവയാനി വേറെ ഒരെണ്ണം എടുത്തു. അത് മാറ്റി വെച്ചിട്ട് വേറെ എടുത്തപ്പോൾ ദേവയാനി ഇത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇത് അവളുടെ സെലക്ഷനാണെന്ന് ഇവർ പറയുമോ? അങ്ങനെ പറഞ്ഞാൽ നാണക്കേടാവും. അതുകൊണ്ട് വേണ്ട, ഒന്നും നന്നായിട്ടുണ്ടെന്ന് അങ്ങ് പറയണ്ട. ഈ സമയം നമ്മുടെ ജലജ ഒരു മാല എടുക്കുക. അപ്പോൾ മാനേജർ ഇതും നയന മേഡത്തിൻ്റെ ഡിസൈനാണ്, പുതിയ ഡിസൈൻ. അത് കേട്ടതും നയനയ്ക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ മുത്തശ്ശിയും സന്തോഷത്തോടെ നയനയെ നോക്കി ചിരിക്കുക. ഈ സമയം നവ്യ, കണ്ടോ ചേച്ചി, കണ്ടോടി, എല്ലാം നിൻ്റെ ഡിസൈനാ. നിന്നെയൊക്കെ തള്ളി പറഞ്ഞവരൊക്കെ ഇന്ന് നിൻ്റെ ഡിസൈൻ ഇട്ട് നടക്കേണ്ടി വരും, അതുറപ്പാ എന്നൊക്കെ പറയുക. ഈ സമയം ദേവയാനി നയനയെ തുറച്ചു നോക്കുക. നയനയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ ത്രില്ലടിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന അനന്തപുരിയില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? പാചകം ചെയ്യാന്ന് പറഞ്ഞിട്ട് എല്ലാവരും കുത്തിയിരിപ്പായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക. ഈശ്വര, ദേ മുത്തശ്ശ, ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വാ. ദേ ഒരൊറ്റ ഇടി ഞാൻ മൂക്കിനിട്ട് തരും. എന്തുണ്ടാക്കാനാടാ പുല്ലേ? നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയില്ലേ? ദേ ഒരു കാര്യം ഞാൻ പറയാം, നീ ഒറ്റ ഒരുത്തം കാരണമാണ് നമ്മൾ ഇത്രയും പെട്ടുപോയത്. നിനക്ക് വല്ല ആവശ്യമുണ്ടായോ നയനയോട് വിളിച്ച് കാര്യങ്ങൾ ചോദിക്കാൻ? അതിന് മുമ്പേ നീ എന്നോട് കാര്യം പറഞ്ഞിരുന്നെങ്കിൽ നമുക്കറിയില്ല എന്ന് പറഞ്ഞ് ഓർഡറെങ്കിലും ചെയ്ത് മേടിക്കായിരുന്നു. ഇതിപ്പോൾ വല്ലാത്തൊരു കഷ്ടമായിപ്പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അടുക്കളയൊക്കെ അലങ്കോലാവുകയും ചെയ്തു. അടുക്കളയിൽ എല്ലാ പണിയും പകുതിക്ക് കിടക്കുകയും ചെയ്യുന്നു. ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മുത്തശ്ശനും അനിയും ആദർശമൊക്കെ ഇങ്ങനെ നിൽക്കുക. ഈ സമയം മുറ്റത്തൊരു കാറ് വരിക. ദേ അത് നമ്മുടെ പിള്ളേച്ചനല്ലേ എന്ന് മുത്തശ്ശൻ. കൊള്ളാലോ, കൃത്യസമയത്താ പിള്ളേച്ചൻ വന്നത്. ആഹാ, ഷെഫ് പിള്ളേച്ചൻ. അത് കേട്ടതും അതാരാ? അങ്ങേരെ കുറിച്ച് നിനക്ക് അറിയില്ലടാ. കേട്ടിട്ടുണ്ട്. അപ്പോൾ അയാളെ വിളിച്ചിട്ടാണോ അച്ഛൻ ഇത്രയും നേരം നമ്മളെ മുമ്പിൽ അഭിനയിച്ചത്? എടാ അല്ലടാ, അയാൾ നമ്മുടെ വീട്ടിൽ പാചകം ചെയ്യാൻ വന്നൊന്നുമല്ല, അനിയുടെ കല്യാണമാണെന്ന് അറിഞ്ഞിട്ട് വന്നിരിക്കുക. വാ എല്ലാവരും പുറത്തേക്ക് വാ എന്നും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുക. ഇതാര്? എടോ പിള്ളേച്ച, തന്നെ കണ്ടിട്ട് എത്ര നാളായടോ? മൂർത്തി സാറ് എന്നോട് ക്ഷമിക്കണം, എനിക്ക് കൊച്ചുമോൻ്റെ കല്യാണത്തിൻ്റെ അന്ന് വരാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇപ്പോഴേ വന്ന് ഗിഫ്റ്റ് തരാൻ വന്ന് പോയതേ. താൻ ഒരുമാതിരി ആളെ കളിയാക്കരുത് കേട്ടോ. തന്നെ ഞാൻ വിളിച്ചത് താൻ പ്രത്യേകം വരാൻ വേണ്ടിയാ. അന്ന് പാചകത്തിൻ്റെ പല പരിപാടികളും നടത്താൻ വേണ്ടിയാ. എന്ത് ചെയ്യാനാ മൂർത്തി സാറേ, അന്ന് എൻ്റെ 2-3 റെസ്റ്റോറൻറ്റുകൾ ഒരുമിച്ച് ഓപ്പൺ ചെയ്യേണ്ട ഒരു സമയമായിപ്പോയി, അതുകൊണ്ടാ. സോറി. സാരമില്ല, തൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയല്ലേ, കുഴപ്പമൊന്നുമില്ല. അനി, ഇന്ന് എൻ്റെ വക ഒരു സമ്മാനം, എന്നാൽ പിന്നെ ഒരു ഫോട്ടോ എടുത്തേക്കാം എന്നും പറഞ്ഞ് അവരെല്ലാവരും ഫോട്ടോ എടുക്കുക. എന്തായാലും താൻ വന്നത് നന്നായി, നമുക്ക് എല്ലാവർക്കും കുറച്ച് നേരം സംസാരിച്ചിരിക്കാം. അപ്പോൾ ജയൻ, അച്ഛാ സംസാരിച്ചിരുന്നത് എങ്ങനെ ശരിയാവും? എന്താടാ, നീ പോയൊരു ജ്യൂസ് എടുത്തോണ്ടോ? ഈശ്വര, പെട്ടുപോയല്ലോ, ഞാനെങ്ങനെ ജ്യൂസ് എടുക്കാനാ എന്നും ചോദിക്കുകയാണ്. അത് കേട്ടത് മുത്തശ്ശൻ പിള്ളേച്ചനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. എന്നിട്ട് മുത്തശ്ശൻ ഇങ്ങോട്ട് വന്നിട്ട് ജയനോട് പറയാം, അതെ പിള്ളേച്ചൻ വന്നത് നമ്മുടെ വീട്ടിൽ പാചകം ചെയ്യാനല്ല കേട്ടോ എന്നും പറഞ്ഞ് മുത്തശ്ശൻ അങ്ങ് പോയി. ഈ സമയം എല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുക. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആകെ മൊത്തത്തിൽ പ്രശ്നമായല്ലോ. എനിക്ക് തോന്നുന്നു കൃത്യസമയത്ത് ദൈവമാണ് പിള്ളേച്ചനെ നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചതെന്നാ. അതുകൊണ്ട് ഇനി പാചകത്തിൻ്റെ കാര്യത്തിൽ അയാൾ എന്തെങ്കിലും ചെയ്താൽ നന്നായി. പക്ഷേ അയാൾക്ക് ജ്യൂസ് അടിച്ചു കൊടുക്കാൻ മുത്തശ്ശൻ പറഞ്ഞല്ലോ. അപ്പോൾ നയനയോട് ചോദിച്ച് ഞാനൊരു ജ്യൂസ് ഇട്ടു, അത് സൂപ്പറായി. ഇനി ഞാൻ ജ്യൂസ് ഇട്ടാൽ ശരിയാവോ? അത് ഓർത്ത് ഏട്ടൻ പേടിക്കൊന്നും വേണ്ട, ഇപ്പം അത്യാവശ്യം ഒരു ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ എനിക്കറിയാം എന്നും പറഞ്ഞ് അനി അങ്ങ് പോയി. എല്ലാവരും പോയി കഴിഞ്ഞതും ആദർശം ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്.
അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. അതേ പ്രേക്ഷകരെ, ഷെഫ് പിള്ളയുടെ പാചകം പൊടി പൊടിക്കുമ്പോൾ നയനയുടെ ഡിസൈൻ ജ്വല്ലറികളിലും വാർത്തയിലും ന്യൂസിലുമൊക്കെ അതിമനോഹരമായിട്ട് പരയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സഹിക്കാൻ പറ്റാതെ ദേവയാനി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കാൻ ഇനി വരാൻ പോകുന്ന അത്യുഗ്രൻ വിശേഷങ്ങൾക്കായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.